2024 ടാറ്റ ഹാരിയർ കണ്ണും പൂട്ടി വാങ്ങിക്കോ. അത്രയധികം കിടിലൻ വണ്ടിയാണ്. പക്ഷെ വാങ്ങുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രീവിയസ് ജനറേഷൻ ഹാരിയർ വെച്ച് നോക്കുമ്പോൾ വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് 2024 പുറത്തിറക്കിയ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹാരിയർ. ഇത് ഡാർക്ക് എഡിഷൻ ആണ്. സോ നോർമൽ ഹാരിയറിനെക്കാളും ഡാർക്ക് എഡിഷന് കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ്. സോ നിങ്ങൾ ബ്ലാക്കിന്റെ ഒരു ഫാനാണ്, അല്ലെങ്കിൽ ഡാർക്ക് എഡിഷന്റെ ഒരു ടാറ്റ മോട്ടോഴ്സിന്റെ ഡാർക്ക് എഡിഷന്റെ ഒരു ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പ്രീമിയം എമൗണ്ട് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. സോ അത് മാറ്റി നിർത്തുകയാണെങ്കിൽ ഇന്റീരിയർ മാറിയിട്ടുണ്ട്, എക്സ്റ്റീരിയർ മാറിയിട്ടുണ്ട്, സസ്പെൻഷൻ മാറിയിട്ടുണ്ട്, സ്റ്റിയറിംഗ് മാറിയിട്ടുണ്ട്. സോ എൻ്റെ കൺസോൾ, എൻ്റെ വാഹനം മൊത്തത്തിലാണ് റീഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരു അപ്ഗ്രേഡ് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധനം. അമ്മാതി അപ്ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. മെമ്മറി ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 3 മെമ്മറി ഫംഗ്ഷൻസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. വാഹനം ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും വെൽക്കം നോട്ടായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ആകുന്നത്. അതായത് വാഹനം ഓഫ് ആക്കുമ്പോൾ സീറ്റ് എൻറ്റയർലി ബാക്കിലേക്ക് പോകും. വാഹനത്തിൽ ഇരുന്ന് ഓൺ ആക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലാസ്റ്റ് ഏത് പൊസിഷനാണോ അതിലേക്ക് സീറ്റ് ഓട്ടോമാറ്റിക്കലി വരും. സോ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി സീറ്റിന്റെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. വെന്റിലേറ്റഡ് സീറ്റാണ്. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് കൊടുത്തിരിക്കുന്നത്. കോ ഡ്രൈവർ സീറ്റും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഹൈറ്റ് അഡ്ജസ്റ്റ് ഇല്ല, ഫ്രണ്ടും ബാക്കും ആ ഒരു ലെങ്തും വിഡ്ത്തും ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇനി സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ജനറേഷൻ ഹാരിയർ ഒരിക്കലും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതായത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗിന്റെ പമ്പ് ഈ ഒരു ലെഗിന്റെ നേരെ ഓപ്പോസിറ്റ് പൊസിഷനിലാണ് അതിന്റെ ആ ഒരു പ്ലേസിംഗ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ ക്രാഷ് ടെസ്റ്റിൽ ഇമ്പാക്റ്റ് വരുമ്പോൾ കാലിന് ഇമ്പാക്റ്റ് വരും. അങ്ങനെ വരുമ്പോൾ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ടാറ്റയ്ക്ക് കിട്ടില്ലായിരുന്നു. സോ എഗെയിൻ അതൊരു ഗെയിമാണ്. അത് മനഃപൂർവ്വം അവർ ചെയ്യാഞ്ഞതാണ്. എന്നാൽ പുതിയ ടാറ്റ ഹാരിയറും സഫാരിയും ഒക്കെ വന്നപ്പോൾ അവർ ടെസ്റ്റിംഗ് അയച്ചു. ബിക്കോസ് ഇത് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ്. കംപ്ലീറ്റ്ലി സ്റ്റിയറിംഗ് മാറിയിട്ടുണ്ട്. ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വന്നപ്പോൾ അവർക്ക് ഹൈഡ്രോളിക് സ്റ്റിയറിംഗോ അല്ലെങ്കിൽ അതിന്റെ പമ്പിങ്ങിന്റെ ഹൗസിംഗ് എല്ലാം മാറ്റി ഫുള്ളി ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പാക്റ്റും ഒരു നെഗറ്റീവ് ഇതിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ അവർ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗിന് വിട്ടു. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടി. സേഫ്റ്റി നോക്കുകയാണെങ്കിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. അത് ടെസ്റ്റിംഗിലാണ്. ബട്ട് വാഹനത്തിൽ ഇരിക്കുമ്പോഴും വാഹനത്തിന്റെ ഡോർ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും നമുക്ക് ആ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് വളരെ നന്നായിട്ട് ഫീൽ ചെയ്യും. അത്ര ഹെവി ആയിട്ടുള്ള ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. 4 സ്പോക്ക് കൊടുത്തിട്ടുണ്ട്. നടുവിൽ ടാറ്റയുടെ ഒരു ടച്ച് പാഡാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ ടച്ച് പാഡിൽ ഹോൺ കാര്യങ്ങളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നോർമലി അങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ആ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നടുവിലൊരു LED പാനൽ, ഒരു ടച്ച് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഹോണിന്റെ ആ ഒരു പാഡിങ് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നടുവിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൺ ബ്ലോ ചെയ്യാനായിട്ട് സാധിക്കും. ആ നടുവിൽ അതൊരു LED പാനലാണ് കൊടുത്തിരിക്കുന്നത്. രാത്രി നമുക്ക് അതൊരു ലൈറ്റ് എഫക്റ്റോട് കൂടി ഇലിമിനേറ്റ് ചെയ്യും. ആൻഡ് സ്റ്റിയറിംഗ് ബൗണ്ടർ കൺട്രോൾസ് വരുന്നുണ്ട്. എയ്ഡാസിന്റെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ലൈൻ കീപ്പ് അസിസ്റ്റ്, ഡിപ്പാർച്ചർ വാണിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വാണിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. അതിന്റെ കൺട്രോൾസ് എല്ലാം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. മ്യൂസിക്, കോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ സ്റ്റിയറിംഗിൽ ക്രോം എലമെന്റിലാണ് ഇതിന്റെ ഒരു പ്ലസും മൈനസ് അല്ലെങ്കിൽ സൗണ്ട് കൂട്ടുന്നതും കുറയ്ക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ക്രോം അല്ലെങ്കിൽ ഒരു അലുമിനിയം പാറ്റേൺ എന്ന് വേണമെങ്കിൽ വിളിക്കാം. വെയിലത്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഇത് ഹീറ്റ് ആവും. ഈ ഒരു അലുമിനിയം പോർഷൻ ഹീറ്റ് ആവും. ആ സമയത്ത് നമ്മൾ തൊടുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഒരു ചെറിയ ഒരു പൊള്ളൽ, ഒരു ചൂടിന്റെ ആ ഒരു എഫക്റ്റ് അറിയാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓടിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഈ ഒരു വാഹനം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ഒരു ഫീഡ്ബാക്കാണ്. ആൻഡ് ഈ ഒരു ഹെഡ് റെസ്റ്റ് ഡാർക്ക് എഡിഷൻ ഹെഡ് റെസ്റ്റ് ആണ്. ബാക്ക് സീറ്റിൽ, അതായത് റിയർ സീറ്റിൽ കുറച്ചുകൂടെ കുഷനിയുള്ള ഒരു ഹെഡ് റെസ്റ്റ് ഉണ്ട്. അത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഈ ഒരു സീറ്റ് ഞാൻ വെച്ചിരിക്കുന്നതാണ്. ബാക്കിലെ ഈ ഒരു ഹെഡ് റെസ്റ്റ് മാറ്റിയിട്ട് ബാക്കിൽ ഹെഡ് റെസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഹെഡ് റെസ്റ്റും ഷോറൂമിൽ, 5 ഹെഡ് റെസ്റ്റും ഷോറൂമിൽ വേണമെങ്കിൽ ചോദിച്ച് മേടിക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. സോ എഗെയിൻ അതൊരു സജഷൻ മാത്രമാണ്. ആൻഡ് സ്റ്റിയറിംഗ് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, ഓട്ടോ ഹെഡ് ലാമ്പ്, വൈപ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗ് മൗണ്ടഡ് വരുന്നുണ്ട്. നമുക്ക് റീച്ച്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഡിജിറ്റലാണ്. ആൻഡ് മൈലേജ് ഇപ്പോൾ കാണിക്കുന്നത് 11 കിലോമീറ്റർ ആണ്. അതായത് എൻ്റെ ഒരു ഡ്രൈവിംഗ് പാറ്റേൺ അനുസരിച്ച് 11 കിലോമീറ്റർ മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും വലിയൊരു വാഹനം, ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു വാഹനം ഈ പ്രൈസിങ് നോക്കുന്ന സമയത്തും അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു മൈലേജും ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നത്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. വളരെയധികം മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും വരുത്തി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു
ടാറ്റ ഹാരിയറാണ് ഈ ഒരു വാഹനം. സോ ഇതിൽ നമുക്ക് ഈ പറയുന്ന സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്റർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ വളരെ പാക്ഡ് ആയിട്ടുള്ള, വളരെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള, വളരെ ഡിജിറ്റൽ ആയിട്ടുള്ള, വളരെ ടെക് ലോഡഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ESCയുടെ കൺട്രോൾസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വഴി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതെല്ലാം ടച്ച് പാഡാണ്, ഫിസിക്കൽ ബട്ടൺസ് അല്ല. അത് ഫിസിക്കൽ ബട്ടൺസ് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് പോലെ ഇവിടെ ഒരു ടച്ച് പാഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ കണക്റ്റഡ് ആണ്. AC കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മ്യൂസിക് കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതല്ലെങ്കിൽ ഇത് രണ്ട് ഓപ്ഷൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് അഗൈൻ ഇങ്ങോട്ട് വരുവാണെങ്കിൽ, ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ടച്ച് പാഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫിസിക്കൽ ബട്ടൺസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഓടിക്കുന്ന സമയത്ത് സ്ക്രീനിലേക്ക് ഇതിലേക്ക് നോക്കാതെ നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പോസിബിൾ അല്ല. നമ്മൾ ഇതിലേക്കൊന്ന് നമ്മുടെ ശ്രദ്ധ പോകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഫ്രണ്ട് ബാക്ക് ഫോഗ് ലാംപ്സ് ഉണ്ട്, അതിൻ്റെ ബട്ടൺസും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ വാഹനം ഡോർ ലോക്ക് അൺലോക്ക് ബട്ടൺസ് എല്ലാം ഇവിടെയാണ് വരുന്നത്. ആൻഡ് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്യാമറയാണ്. ബ്ലൈൻഡ് സ്പോട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് റൈറ്റോ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഈ സമയത്ത് സ്ക്രീനിൽ നമുക്കൊരു മിറർ ക്യാമറ ത്രൂ ഒരു വ്യൂ ഓപ്പൺ ആയി വരും. സോ നമുക്ക് സൈഡിലെ ഒബ്സ്റ്റക്കിൾസോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് സാധിക്കും. അത് ലെഫ്റ്റും റൈറ്റും സൈഡിൽ, അതും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ നമുക്ക് ലഭിക്കും. സോ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വാണിങ്ങിൻ്റെ ഒരു വാണിങ്ങും ഈ ഒരു മിററിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹോണാണ് കൊടുത്തിരിക്കുന്നത്. സോ 7-സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ കൺസോളിലേക്ക് വരികയാണെങ്കിൽ ഒരു ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഡ്രൈവ് മോഡ്, ഇക്കോണമി, സിറ്റി ഡ്രൈവ് മോഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ട്രാക്ഷൻ മോഡ്, എക്കോ, മഡ്, ഗ്രാവൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു ട്രാക്ഷൻ മോഡും കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ് വരുന്നത്. ഓട്ടോ ഹോൾഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആൻഡ് ഗിയർ നോബൊക്കെ ആണെങ്കിൽ ഒരു പ്രീമിയം എലമെന്റ് കിട്ടുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, 3 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ആംറസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല, നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാനേ പറ്റുള്ളൂ. അതിനകത്ത് ചാർജിങ് പോർട്ട്സ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു വയറിന് അകത്ത് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ടിൽ നമ്മൾ വയർ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ചാർജിങ് കേബിൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ, സോ അത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലവറായിട്ടുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതായത് വയർ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. സോ വളരെയധികം പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം. സൺറൂഫ് വരുന്നുണ്ട്. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓട്ടോ IR/VM വരുന്നുണ്ട്. ഇവിടെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ലാംപ്സ് നോക്കുകയാണെങ്കിൽ നല്ല LED ലാംപ്സ് വരുന്നുണ്ട്. അതിലൊക്കെ നല്ല പ്രകാശം കിട്ടുന്നുണ്ട്. അത് ഫ്രണ്ടും ബാക്കും എല്ലായിടത്തും LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ ഒരു ലെയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ലെതർ എലമെന്റ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു പ്ലാസ്റ്റിക് എലമെന്റ് ആണ്. പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു വാഹനം. ഈ ഒരു ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം ഞാൻ യൂസ് ചെയ്ത സമയത്തെല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആണ്. AC വെൻസ് 4 AC വെൻസ് ആണ് വരുന്നത്. അത് നല്ല രീതിയിൽ കൂളിംഗ് എഫക്റ്റ് വരുന്ന AC വെൻസ് ആണ്. റിയറിൽ AC വെൻസ് ഉണ്ട്, പക്ഷെ അത് ഈ പില്ലറിലാണ്, സൈഡിലെ പില്ലറിലാണ് വരുന്നത്. ആൻഡ് നമുക്ക് ഈ സെൻറ്റർ ആംബ്രസിന്റെ ഭാഗത്തായിട്ട് AC വെൻസ് വരുന്നില്ല ബൈക്കിലേക്ക്. പക്ഷേ ചാർജിങ് പോർട്ട്സും സ്റ്റോറേജ് ഏരിയയും നമുക്ക് വരുന്നുണ്ട്. സോ ബൈക്കിലെ സീറ്റ് നോക്കുകയാണെങ്കിൽ നല്ല ലെങ്ത് ആയിട്ടുള്ള സ്പേസ് സീറ്റാണ് വരുന്നത്. നല്ല ലെങ്ത് ഉണ്ട്. ബിക്കോസ് ഇതൊരു 5 സീറ്ററാണ്. മേ ബി ഇതൊരു 7 സീറ്റർ ആക്കാനുള്ള ലെങ്ത് ഉണ്ട് ഈ ഒരു വാഹനത്തിന്. പക്ഷേ ഇത് 5 സീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൂട്ടും നല്ല രീതിയിലുണ്ട്. റിയർ ബൈക്കിലെ ആ ഒരു പാസഞ്ചർ സ്പേസും നല്ല രീതിയിലുണ്ട്. നല്ല ലെഗ് സ്പേസ്, നല്ല അണ്ടർത്തെ സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്ന കാർപ്പറ്റ് ഒക്കെ ആണെങ്കിലും ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആംറസ്റ്റ്, കപ്പ് ഹോൾഡേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആൻഡ് ബൈക്കിൽ കുറച്ച് എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. സോ വേറൊരു കാര്യം, മ്യൂസിക് സിസ്റ്റം. ഒരു രക്ഷയില്ലാത്ത മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയധികം ഹൈ ക്വാളിറ്റി മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. JBLയുടെ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലി നല്ല മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ നല്ല മ്യൂസിക് എക്സ്പീരിയൻസ് ലഭിക്കാനായിട്ട് മ്യൂസിക് ചിലപ്പോൾ നമ്മൾ 8-ലോ 9-ലോ ഒക്കെ മ്യൂസിക്കിൻ്റെ വോളിയം വെക്കും. ഇതിലൊരു 4-5-ലോ വെച്ചാൽ മതി. ഹോൺ അടിച്ചാൽ പോലും അകത്തേക്ക് കേൾക്കില്ല. അത്രയധികം റിഫൈൻഡ് ആയിട്ടുള്ള, അത്രയധികം എഫക്റ്റ് വരുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അത് എനിക്കറിയില്ല ടാറ്റ എങ്ങനെയാണ് ഇത്രയധികം കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ബട്ട് എഗെയിൻ ഹൈലി അപ്രീഷിയേറ്റബിൾ തിങ് ആണ് ഈ ഒരു മ്യൂസിക് സിസ്റ്റം. ഒരു രക്ഷയില്ലാത്തൊരു കാര്യമാണ്. ഞാൻ ചില ഇംഗ്ലീഷ് പാട്ടൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഫോണിൽ കേൾക്കുന്നതിലൊക്കെ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വാഹനത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് JBL സ്റ്റുഡിയോ അങ്ങനെയുള്ള കുറേ മോഡ്സ് ഉണ്ട്. ഞാൻ സ്റ്റുഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വാഹനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റുഡിയോ മോഡിലേക്ക് ഇടുക.
സ്റ്റുഡിയോ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റം കിട്ടും. എഗെയിൻ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഈ ഒരു വ്യൂ നമുക്ക് ലഭിക്കും. സോ എഗെയിൻ അങ്ങനെയുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നെ ഈ ഒരു വാഹനം ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ ഒരു ഡീസൽ വാഹനമാണ് വരുന്നത്. ആൻഡ് ഇതിൽ നോയ്സ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള നോയ്സ് അകത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൗണ്ട് അകത്തേക്ക് വരില്ല. ഈവൻ ഹോൺ അടിച്ചാൽ പോലും നമുക്കറിയില്ല നമ്മൾ ഹോൺ അടിക്കുന്നുണ്ടോ ഇല്ലെന്ന് പോലും. അത്രയധികം ക്യാബിൻ ഇൻസുലേറ്റഡ് ആണ്. അത്രയധികം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കണക്ട് ആവോ ഇല്ലെന്ന് അറിയില്ല. ഈ ഒരു വാഹനം ഓടിക്കുവാണെങ്കിൽ ഇതിന്റെ എഞ്ചിൻ നോയ്സ് ആക്സിലേറ്ററിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു ഡീസൽ എഞ്ചിനുള്ള ഒരു ക്രോളിംഗ് ഉണ്ട്, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്രോളിംഗ്. അത് നമുക്ക് ഈ ഒരു ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത് എത്ര പേർക്ക് കണക്ട് ആവുമെന്ന് അറിയില്ല. അങ്ങനെ കണക്ട് ആവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ആൻഡ് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 19 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ഈ 19 ഇഞ്ച് വരുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെതായിരിക്കും. നിങ്ങളൊരു 2-3 ഹാരിയർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സസ്പെൻഷന്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. ബിക്കോസ് ഈ ഒരു വാഹനം പല ആൾക്കാർ ഉപയോഗിക്കുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ പല ടെറൈൻസിലും പല എക്സ്പെരിമെന്റ്സിലും പല കാര്യത്തിലും യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോടൈപ്പിലുള്ള ഒരു വാഹനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സസ്പെൻഷൻ മേ ബി അത്ര ഗംഭീരമാകണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന വാഹനം 2-3 ഷോറൂമിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. റൈഡ് ആൻഡ് കംഫർട്ട് ഒക്കെ വളരെ മികച്ച റൈഡ് ആൻഡ് കംഫർട്ട് ആണ്. വലിയൊരു ബോഡി റോള് എനിക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക. ആൻഡ് വളരെ ഹൈ സ്പീഡിലും ഹൈ കോർണേഴ്സിലും ഒക്കെ വളരെയധികം കോൺഫിഡൻസ് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലും ഒരു വാഹനം കൂടിയാണ് ടാറ്റ ഹാരിയർ എന്ന് പറയുന്നത്. പിന്നെ ഈ വാഹനം ഓടിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ടുള്ള ഒരു കുട്ടിയാന വാഹനമാണ്. അതായത് ഒരു ആനക്കുട്ടിയെ കൊണ്ടു നടക്കുന്ന പോലെ തന്നെ ഈ ഒരു വാഹനം കൊണ്ടു നടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ചെറിയ ടൈറ്റ് സ്പേസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ കിട്ടണമെന്നില്ല. വാഹനത്തിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ സ്ക്രാച്ച് ആകാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ പോലും, ഈ 4 സൈഡ് നോക്കിയാൽ പോലും, ബൈക്കിലേക്ക് കാര്യമാണ് ഞാൻ പറയുന്നത്, ബൈക്കിലെ സൈഡൊക്കെ നോക്കിയാൽ പോലും കറക്റ്റ് വ്യൂ കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ഈ ഒരു വാഹനം കൊണ്ടുപോകണം. ബിക്കോസ് ഇതൊരു എന്താണ്, ഒരു SUV ആണ്. പക്ഷേ SUV ആണെങ്കിലും ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെയധികം ബൾക്കി ആയിട്ടുള്ള ഒരു സൈസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഹോൺ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹോണാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ മ്യൂസിക് സിസ്റ്റത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗം, അത് പല ടാറ്റ ഓണേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ട്യൂറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ട്യൂറ്ററിൽ വാഹനത്തിൽ നമുക്ക് ചില സമയത്ത് നമ്മുടെ വാഹനത്തിനുള്ളിൽ ഈച്ചയൊക്കെ ആകപ്പെട്ട് കഴിഞ്ഞാൽ ഈച്ച പുറത്തു പോകാനായിട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുമ്പോൾ ഒരു സൗണ്ട് വരുമല്ലോ. ആ ഒരു സൗണ്ട് ഈ ഒരു ട്യൂറ്ററിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട്. അത് ടാറ്റ വാഹനങ്ങളിലെല്ലാം ടാറ്റ ഓണേഴ്സ് എല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ആൻഡ് ഡീസൽ ക്രോളിംഗ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ അതെനിക്ക് ആക്സിലേറ്ററിൽ എനിക്കത് ആദ്യം ഫീൽ അറിയാനായിട്ട് സാധിക്കുന്നു. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആക്ച്വലി, ആ ഒരു ഡീസലിൻ്റെ ആ ഒരു ചെറിയ ക്രോളിംഗ്. അല്ലാതെ വേറെ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും അകത്തേക്ക് വരുന്നില്ല. അത്ര ഇത് ക്യാബിൻ ഇൻസുലേറ്റഡ് ആണ്. ഒരു രക്ഷയില്ലാത്ത ക്യാബിനും ഒരു രക്ഷയില്ലാത്ത കാര്യങ്ങളും ഒക്കെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതെൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ടാറ്റയുടെ സർവീസോ മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ കുറയുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഈ ഒരു വാഹനം മേടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാര്യം അത്രയധികം റിഫൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്, അത്രയധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്, അത്രയധികം ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ടാറ്റ ഹാരിയർ എന്ന് പറയുന്നത്. ടാറ്റയുടെ സർവീസാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയധികം മനോഹരമായിട്ടൊരു വാഹനം നിർമ്മിച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ബിക്കോസ് പ്രീവിയസ് ഹാരിയർ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത്ര വിഷമം എനിക്ക് തോന്നില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഹാരിയർ ഓടിച്ചു കഴിഞ്ഞപ്പോൾ, ഇത് കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം വിഷമം എനിക്ക് എന്നോട് തന്നെ തോന്നുന്നുണ്ട്. ബിക്കോസ് അത്രയധികം നല്ലൊരു വാഹനം മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡിന് സർവീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ടാറ്റ വാഹനം എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കറിയാം നിങ്ങൾക്ക് മേ ബി ഒരു പക്ഷേ ടാറ്റയുടെ സർവീസിൽ നിങ്ങൾക്ക് വളരെ ഡിസപ്പോയിൻറ്റഡ് ആകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പല ഫീഡ്ബാക്ക് ടാറ്റയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു പ്രാക്ടിക്കൽ ഒരു ലൈഫിലേക്ക് വരുന്നില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ വരുമായിരിക്കും. ആ സമയത്ത് എന്തായാലും ഈ ഒരു വാഹനം കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നിങ്ങൾക്ക് ടാറ്റ സർവീസിൽ നിന്ന് എന്താണ് മോശമായിട്ടുള്ള ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ പറ്റുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ബിക്കോസ് എല്ലാവരും കാശ് മുടക്കാണ് വാഹനം എടുക്കുന്നത്. വാഹനം എടുക്കുന്നത് നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വാഹനം എടുക്കുന്നതിൽ അർത്ഥമില്ല. അത് മീറ്റ് ചെയ്യാനായിട്ട് ബ്രാൻഡും ആ ഡീലർഷിപ്പും നമ്മളെ സഹായിക്കുന്നതിലും അർത്ഥമില്ല. ബിക്കോസ് നമ്മൾ കാശ് കൊടുത്താണ് മേടിക്കുന്നത്, വെറുതെ കിട്ടുന്ന കാര്യങ്ങളല്ല. സോ നിങ്ങൾ
സോ ടാറ്റ ഹാരിയർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇത് വളരെയധികം റിഫൈൻഡ് ആയിട്ടുള്ളൊരു വാഹനമാണ്. വളരെയധികം അപ്ഗ്രേഡഡ് ആയിട്ടുള്ള, വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ള, വളരെയധികം ഫീച്ചേഴ്സ് റിച്ച് ആയിട്ടുള്ള, വളരെയധികം പാക്ഡ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ടാറ്റ ഹാരിയർ. ഒരു കാര്യം മാത്രം, സർവീസ് ആൻഡ് മെയിൻ്റനൻസ്, അത് മാത്രം ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സെലക്ഷൻ വളരെ മികച്ചതാണ്. ഒരു രക്ഷയില്ലാത്ത വാഹനമാണ്, ഒരു രക്ഷയില്ല. വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വാഹനം കൂടിയാണ് ടാറ്റ ഹാരിയർ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് എൻറ്റയർലി മാറിയിട്ടുണ്ട് ഈ വാഹനം. ആൻഡ് ആക്ച്വലി ഐ ലവ് ദിസ് കാർ. ഞാനിത് കഴിഞ്ഞ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എപ്പോൾ കണ്ടാലും ഈ ഒരു വാഹനം ഓടിക്കണം എന്നുള്ള ഒരു തോട്ടോട് കൂടിയിട്ടാണ് ഞാൻ പോകുന്നത്. ബിക്കോസ് അത്രയധികം ഗംഭീരമായിട്ടുള്ളൊരു വാഹനവും ഗംഭീരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. 2-3 വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, 2-3 ഷോറൂമിലെ വാഹനം ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാകും. നല്ല രീതിയിൽ അടിപ്പ്, സസ്പെൻഷൻ്റെ ആ ഒരു അടിപ്പ് അകത്തേക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു ടാങ്കിൽ 500 കിലോമീറ്റർ 600 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. സോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ ദിവസം ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു 400 കിലോമീറ്ററിനടുത്ത് വന്നു. ഇപ്പോഴും എനിക്കൊരു ഹാഫ് ടാങ്കിനടുത്ത് പെട്രോൾ കിടപ്പുണ്ട്, ഡീസൽ കിടപ്പുണ്ട്. സോ ഒരു 500-600 കിലോമീറ്റർ ഒരു ഫുൾ ടാങ്കിൽ കവർ ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജ്, ഇപ്പോൾ 11.11 ആയിട്ടുണ്ട് മൈലേജ്. സോ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജ് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. ടാറ്റ ആയതുകൊണ്ട് സേഫ്റ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് വളരെയധികം economy drive mode activated. ടാറ്റ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ സേഫ്റ്റിയിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് നല്ലൊരു 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയൊരു വാഹനം, നല്ലൊരു സേഫ്റ്റി എലമെൻറ്റോട് കൂടി, സേഫ്റ്റി തോട്ടോട് കൂടി ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഹാരിയർ എന്ന് പറയുന്നത്. ബിക്കോസ് ഇത് ഡോർ തുറന്ന് അടയ്ക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാക്കും. ഇനി ഡോർ പാഡിലേക്ക് നോക്കുകയാണെങ്കിൽ മിറേഴ്സിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺസ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. മിറർ, സൈഡ് വ്യൂ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് തരുന്ന ഒരു മിററാണ്, നല്ല വിസിബിലിറ്റി തരുന്ന ഒരു സൈഡ് വ്യൂ മിററാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിൽ നല്ലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മൾട്ടിപ്പിൾ സ്റ്റോറേജ് സ്പേസസ്, ബോട്ടിൽ സ്റ്റോർ ചെയ്യാൻ, അംബർല സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് വളരെയധികം സ്റ്റോറേജ് സ്പേസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ലെതർ പാഡോട് കൂടിയിട്ടുള്ള ഒരു ആം റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഡോറിൽ നമുക്ക് ലാമ്പ് വരുന്നുണ്ട്. ഡോർ തുറക്കുമ്പോൾ ഒരു റെഡ് ലാമ്പ് നമുക്ക് വരും. ബൈക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അതൊരു ഇൻഡിക്കേഷനും അലേർട്ട് പോലെ കൊടുക്കാനായിട്ടുള്ള ഒരു സംഭവം ഈ ഒരു ഡോറിൽ കൊടുത്തിട്ടുണ്ട്. സോ ചില സമയങ്ങളിൽ വാഹനം തന്നെ പാനിക്കാവുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അത് എയ്ഡാസിൻ്റെ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹസാർഡ് ലാമ്പ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ സഡനായിട്ട് ഒരു ബ്രേക്ക് ചവിട്ടുമ്പോഴോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ വാഹനം ഇങ്ങനെ സഡനായിട്ട് ഒരു ഹസാർഡ് ലാമ്പ് പ്ലേ ചെയ്യും. ചിലപ്പോൾ ഗ്രാവലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വാഹനം ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള കുറച്ചധികം നമ്മൾ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ വാഹനം ചെയ്യും. അപ്പോൾ നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുമായിരിക്കും. ബട്ട് അതൊന്നും ഇതിലൂടെ വിഷയമല്ല. ബിക്കോസ് യു ആർ driving a much refined, much super, much well equipped, much better car right now. ഇതിൻ്റെ ഒരു കമാൻഡിങ് പൊസിഷൻ ഉണ്ട്. ബിക്കോസ് നിങ്ങളൊരു ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ബിക്കോസ് നിങ്ങളൊരു ആനക്കുട്ടിയാണ് ഓടിക്കുന്നത്. നിങ്ങൾ ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. വളരെ ഉയർന്ന ഒരു ഡ്രൈവിംഗ് പൊസിഷൻ, നല്ല വിസിബിലിറ്റി കിട്ടുന്ന, നല്ല കംഫർട്ട് കിട്ടുന്ന, നല്ല ഡ്രൈവിംഗ് പൊസിഷൻ കിട്ടുന്ന, കമാൻഡിങ് പൊസിഷൻ, അതിനപ്പുറത്ത് വേറെ വാക്കുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയധികം നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷനും വിസിബിലിറ്റിയാണ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കാൻ പോകുന്നത്.